ചേച്ചി എന്താ ഇങ്ങോട്ടാ? ഇപ്പൊ തൃച്ചംബരത്തേക്ക് ഒരു ജോത്സ്യം കയറിപ്പോന്ന് ഞാൻ കണ്ടു. കല്യാണത്തിന് മുഹൂർത്തം കുറിപ്പിക്കാനാണെന്ന് തോന്നുന്നു. എല്ലാരും കൂടി ചേച്ചിയും ആ ഋഷിയും തമ്മിലുള്ള കല്യാണം നടത്താനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. തയ്യാറെടുപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ, അതിനിപ്പുറം ഒന്നും ഉണ്ടാവില്ല. ചേച്ചി വല്യുവിന്റെ ഭാര്യയാണെന്ന്, വല്യുവിന് ചേച്ചിയെ കല്യാണം കഴിച്ചതുമായിട്ടുള്ള കാര്യം ഇവർക്കറിയില്ല. അതെല്ലാരും അറിയുന്നവരെ ആലോചനകളൊക്കെ ഉണ്ടാവും. അത് സാരമില്ല. ചേച്ചി, ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു. ശിവരാമ സാറ് അച്ഛനെ കാണാൻ വന്നിരുന്നു. എന്നിട്ട് പറയാം. ഗംഗയെ ആനന്ദിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ നിശ്ചയിച്ചത് തന്നെ അവരുടെ ജാതകപ്പൊരുത്തം ഒന്നുകൊണ്ട് മാത്രമാണ്. ആ ജാതകം കല്യാണിയുടെ ജാതകമാണ്. അതുകൊണ്ട് ഈ സത്യം അഖിലെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ അവിടെ ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഗംഗയുടെ ജാതകം കല്യാണിയുടെ ജാതകമാണെന്ന് അഖിലെ തിരിച്ചറിയണം. നാളെ ഈ 4 ജാതകങ്ങളും ഒരുമിച്ച് നോക്കുന്നുണ്ട്. അതുകൊണ്ട് കല്യാണിയുടെ ജാതകം എനിക്ക് തരാം. ഞാനത് സാറിനെ കൊണ്ടുവന്ന് ഏൽപ്പിക്കാം. എന്റെ ജാതകമാ തിരുത്തി ഗംഗയുടെ പേരിലാക്കിയിരിക്കുന്നത്. അതിപ്പോ പൊളിയൂന്നാ തോന്നുന്നേ. അതിനായിരിക്കും ആ ജോത്സ്യൻ അങ്ങോട്ട് പോയിരിക്കുന്നത്. എന്തിനാ ചേച്ചി വെറുതെ വിഷമിക്കുന്നേ? ചേച്ചിയുടെയും വല്യുവിന്റെ കൂടെ എല്ലാരും ഇല്ലേ? ശിവരാമ സാറ്, അനിയൻ കുഞ്ഞ്, നന്ദന മേഡം, ഇത്രയും പേരില്ലേ? അവരെല്ലാരും അനുകൂലമായി നിൽക്കുമ്പോ ഒടുവിൽ അഖില മേഡവും അനുകൂലിക്കും. ഇവരെല്ലാരും കൂടാതെ ചേച്ചിക്ക് വിളപ്പുറത്തമ്മയില്ലേ? ധൈര്യമായിട്ടിരിക്കും ചേച്ചി, എല്ലാം ശരിയാവും. നമസ്കാരം ഗുരുജി. നമസ്കാരം. നമസ്കാരം. ഇരുന്നാട്ടെ. ഇവിടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം കൃഷ്ണേട്ടൻ ഫോണിലൂടെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അതെ, എല്ലാം പറഞ്ഞു. ഇതാണ് ആ 2 ജാതകങ്ങൾ. ഇത് കല്യാണിയുടെ ജാതകം, ഇത് ഗംഗയുടെ ജാതകം. അല്ല, ഇത് ഞാൻ നോക്കിയിട്ടുള്ള ജാതകങ്ങളാണിത്. അതെ ഗുരുജി, പക്ഷേ അത് ഓരോന്നായിട്ടല്ലേ നോക്കിയത്. ഇപ്പൊ ഈ 2 ജാതകങ്ങളും കൂടി ഒത്തു നോക്കിയിട്ട് എന്താണെന്ന് കൂടി പറയണം. അല്ല, ഞാൻ നോക്കിയിട്ട് ഈ 2 ജാതകങ്ങളും ഒരുപോലെ ഇരിക്കുന്നു. ഗുരുജി, ഈ 2 ജാതകങ്ങളിൽ യഥാർത്ഥ ജാതകം ആരുടേതാണെന്ന് കൂടി പറയാമോ? തീർച്ചയായും പറയാം. പറയൂ ഗുരുജി, ഈ 2 ജാതകങ്ങളിൽ ആരുടേതാണ് ശരിക്കുള്ളത്? അതെനിക്കറിയണം. പറയാം. അതിനു മുമ്പ് ഞാൻ ചോദിക്കുന്ന ചില കാര്യങ്ങൾക്ക് നന്നായി ആലോചിച്ചിട്ട് എനിക്ക് മറുപടി തരണം. പറയാം ഗുരുജി. രണ്ടുപേരുടെയും ജാതകങ്ങൾ ഒരുപോലെ കാണിക്കുന്ന സ്ഥിതിക്ക് ഇവരുടെ രണ്ടുപേരുടെയും സ്വഭാവ രീതികൾ അറിയുന്നത് നന്നായിരിക്കും.
ആദ്യത്തെ ചോദ്യം, അടുത്ത ജന്മത്തിൽ എന്തായി പിറക്കണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം? അടുത്ത ജന്മം എന്നെ പ്രസവിച്ച് താലോലിച്ച് വളർത്തിയ അമ്മയുടെ അമ്മയായിട്ട് ജനിക്കണം എന്നാണ്. ഓക്കെ. അടുത്ത ചോദ്യം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹീറോ ആരാണ്? എനിക്ക് എന്നും എന്റെ അച്ഛൻ തന്നെയാ ഹീറോ. ബാക്കിയുള്ളവരൊക്കെ പിന്നീടാ. ഇളയമ ചെയ്തത് ചെറിയ ദ്രോഹം വല്ലതുമാണോ? നിന്റെ ജീവൻ വെച്ച ഇവരെ കളിച്ചത്. അങ്ങനെയുള്ള ഈ സ്ത്രീ മാപ്പ് അർഹിക്കുന്നില്ല. കാലിൽ വീണ് അപേക്ഷിക്കാം, വിലാസിനെ മാഡത്തിന് ജയിലിലേക്ക് വിടരുത്. മാഡത്തിന് ഇനിയും മാറ്റം വരും, ഒന്ന് ക്ഷമിച്ചൂടെ? എന്നെ മര്യാദ പഠിപ്പിക്കാൻ നീയാണടി. ഞാൻ തൃച്ചംബരത്തെ പെണ്ണാണ്. അതിനവിടെ 2 ആൺകുട്ടികളല്ലേ ഉള്ളൂ, ആനന്ദകൃഷ്ണനും അരവിന്ദ് കൃഷ്ണനും. അതെ, അതിൽ ആനന്ദ് കൃഷ്ണൻ കെട്ടാൻ പോകുന്ന പെണ്ണാണ് ഞാൻ, തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെ മൂത്ത മരുമകൾ. കല്യാണിക്കും ഗംഗയ്ക്കും ഒരേ തരത്തിലുള്ള സ്വഭാവമല്ല ഗുരുജി. രണ്ടുപേർക്കും 2 തരത്തിലുള്ള സ്വഭാവ രീതികളും ഗുണങ്ങളുമാണുള്ളത്. കല്യാണിക്കുള്ള അടക്കം, ഒതുക്കം, കാരുണ്യം, സ്നേഹം, ആ ഗുണങ്ങളൊന്നും ഗംഗയ്ക്കില്ല. വളർന്നു വന്ന സാഹചര്യത്തിൻ്റെതാവാം. അല്ല ഗുരുജി, ഈ 2 പേർക്കും 2 തരത്തിലുള്ള സ്വഭാവം ഉള്ളപ്പോ ജാതകം ഒരുപോലെ ഇരിക്കില്ലല്ലോ. ജാതകം തന്നെ ജാതകക്കാരിയുടെ സ്വഭാവം വിളിച്ച് പറയോ ഗുരുജി? തീർച്ചയായും പറയാം. ജാതകങ്ങളിൽ സമസ്തവും അടങ്ങിയിട്ടുണ്ടാവും. അപ്പോ സ്വഭാവങ്ങൾ വെച്ച് ജാതകം നോക്കൂ ഗുരുജി, അങ്ങനെങ്കിലും ആളെ കണ്ടെത്താലോ. 2 ജാതകങ്ങളും ഒരുപോലെ ഇരിക്കുന്ന സ്ഥിതിക്ക് അതിനും സാധിക്കുന്നില്ല. ഇനി ഇത് കണ്ടുപിടിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. 2 പേരുടെയും കൈവിരൽ അടയാളം നോക്കണം. എങ്കിൽ 2 പേരുടെയും വിരലടയാളം വെച്ച് ആരുടെ ജാതകമാണ് സത്യമെന്ന് എത്രയും പെട്ടെന്ന് പറയണം ഗുരുജി. കല്യാണിയുടെയും ഗംഗയുടെയും പെരുവിരൽ അടയാളം പതിച്ച കടലാസ് എനിക്ക് കിട്ടണം. ഗംഗത ഇവിടെ നിൽപ്പുണ്ടല്ലോ. നന്ദന, അങ്കിൾ, മോള് വേഗം ചെന്ന് കല്യാണി വിളിച്ചിട്ടുണ്ടോ? ശരി അങ്കിൾ. വിരലടയാളം എടുക്കുന്നതിന് പേപ്പറും മഷിയും എനിക്ക് ആവശ്യമുണ്ട്. ഞാൻ പോകണ്ടേ ഗുരുജി? ആയിക്കോട്ടെ. കല്യാണി, കല്യാണി, നന്ദനയോ? കല്യാണി, നീ ഉടനെ എന്റെ കൂടെ വരണം. എന്താ? നിന്റെ പ്രശ്നങ്ങളെല്ലാം ഇന്നത്തോടെ തീരും. അതിനുള്ള സമയം വന്നിരിക്കുന്നു. വാ, നീ എന്റെ കൂടെ വേഗം വാ. നന്ദന പറഞ്ഞൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. കല്യാണി, നിന്റെ ജാതകം തിരുത്തി അത് തന്റേതാക്കി അഖിലാന്റിയെ പറ്റിച്ച ഗംഗയുടെ കാര്യത്തിൽ ഇന്നത്തോടെ ഒരു തീരുമാനമാവും. എന്താ നന്ദിനി പറയണേ? എന്ത് തീരുമാനമെന്നാ? ഗംഗയുടെ ജാതകം കള്ള ജാതകമാണെന്ന് അഖിലാന്റിയെ ബോധ്യപ്പെടുത്താൻ ഞാനും അരവിന്ദും അങ്കിളും കൂടി ഒരു ഡ്രാമ പ്ലാൻ ചെയ്ത് ജോത്സിനെ വരുത്തി. ഗംഗയുടെ ജാതകം കള്ള ജാതകമാണെന്ന് ഇപ്പൊ അഖിലാന്റിക്ക് മനസ്സിലാവും. ഈ കാര്യം ഞാൻ അറിഞ്ഞതാ. എങ്ങനെ അറിഞ്ഞു? അരവിന്ദ് ഇതേപ്പറ്റി പറഞ്ഞോ? ഏയ്, അനിയൻകുഞ്ഞ് പറഞ്ഞതല്ല. ഈ ജാതക പ്രശ്നം ശിവരാമൻ സാർ വന്ന് അച്ഛനോട് പറഞ്ഞിരുന്നു. അത് അനിയൻകുട്ടൻ കേട്ടു. അവനെ എന്നോട് വന്ന് പറഞ്ഞത്. ആ, അങ്ങനെയാണോ? അല്ല, ആ ജോത്സ്യം വന്നിട്ട് ജാതകം നോക്കിയോ?
അത് കള്ളജാതകമാണെന്ന് അഖില മേഡത്തിന് മനസ്സിലായോ? ഇല്ല, പക്ഷേ നീ ഇപ്പൊ വന്ന ഇതെല്ലാം നടക്കും. എന്താ ഈ പറയണേ? ഞാൻ വന്നിട്ട് എന്ത് ചെയ്യാനാ? പറയാം. സ്വഭാവങ്ങൾ വെച്ച് ജാതകം നോക്കൂ ഗുരുജി, അങ്ങനെങ്കിലും ആളെ കണ്ടെത്താനോ. 2 ജാതകങ്ങളും ഒരുപോലെ ഇരിക്കുന്ന സ്ഥിതിക്ക് അതിനും സാധിക്കുന്നില്ല. ഇനി ഇത് കണ്ടുപിടിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. 2 പേരുടെയും കൈവിരൽ അടയാളം നോക്കണം. എങ്കിൽ രണ്ടുപേരുടെയും വിരലടയാളം വെച്ച് ആരുടെ ജാതകമാണ് സത്യമെന്ന് എത്രയും പെട്ടെന്ന് പറയണം ഗുരുജി. ഗുരുജി വന്നിട്ടുണ്ട്. ഗുരുജി നിന്റെ കൈരേഖയും ഗംഗയുടെ കൈരേഖയും വെച്ച് നോക്കി കള്ളത്തരം കണ്ടുപിടിക്കും. നീ എന്താ ആലോചിച്ചു കൂട്ടുന്നേ? അല്ല, മാഡം എന്നോട് ദേഷ്യപ്പെട്ടിരിക്കുമ്പോ അതൊന്നും സാരമില്ല. ദേ ഗുരുജി അവിടെ കാത്തിരിക്ക. നീ ഇങ്ങോട്ട് വാ. വരാൻ. പെട്ടെന്ന് വാ. നോക്കൂ, രാശികളും ഗണങ്ങളും അച്ഛാ, ഒന്ന് തന്നെയാണ്. അവൾ എഴുന്നള്ളി. വാ കല്യാണി. നമസ്കാരം ഗുരുജി. നമസ്കാരം. ഗംഗ, ആന്റി. വന്ന് വിരലടയാളം പതിപ്പിക്കും. ശരി ആന്റി. എന്താ ആലോചിക്കുന്നത്? പെരുവിരൽ അടയാളം വയ്ക്കൂ. കല്യാണി, സർ. നീ വന്ന് അതുപോലെ ചെയ്യും. ശരി സർ. എല്ലാം തകർന്നല്ലോ ഭഗവാനെ.
ഗുരുജി ഒന്നും പറഞ്ഞില്ല. എന്തേലും പ്രശ്നമുണ്ടോ ഗുരുജി? രണ്ടുപേരുടെയും ജാതകങ്ങൾ ഒരുപോലെ ഇരിക്കുന്നത് കൊണ്ടാണ് ഞാൻ പെരുവിരൽ അടയാളം വെച്ച് നോക്കാമെന്ന് വിചാരിച്ചത്. ആ, പക്ഷേ ഇവരുടെ രണ്ടുപേരുടെയും പെരുവിരൽ രേഖകളും ഒന്നുപോലെ ഇരിക്കുന്നു. അല്ല, ഇതെന്താ ഇങ്ങനെ വന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോ ഈ രണ്ട് ജാതകങ്ങളും വെച്ച് ഇതിലെ കള്ള ജാതകം ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ലെന്നാണോ ഗുരുജി പറയുന്നത്? അതെങ്ങനെ കഴിയും കുട്ടി? ജാതകങ്ങളും ഒരുപോലെ, കൈരേഖയും ഒരുപോലെ. ആര് എങ്ങനെ എങ്ങനെ കണ്ടുപിടിക്കും? എനിക്കൊരു കാര്യം അറിഞ്ഞാ മതി. ആനന്ദിന്റെയും ഗംഗയുടെയും ജാതകങ്ങൾ പൊരുത്തമുള്ളതല്ലേ ഗുരുജി? രണ്ട് ജാതകങ്ങളും ഒരുപോലെ പൊരുത്തം. അപ്പോ ജാതകവശാൽ ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ച പോലെ, തീരുമാനിച്ച ദിവസം, തീരുമാനിച്ച മുഹൂർത്തത്തിൽ ഈ കല്യാണം നടക്കും. ഒന്നല്ല, 2 കല്യാണവും. കൃഷ്ണേട്ട ഫോൺ ചെയ്തപ്പോ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ഇവിടേക്ക് വന്നതിന് വളരെ നന്ദി ഗുരുജി. അരവിന്ദ്, അമ്മ ഗുരുജിയെ ആശ്രമത്തിൽ ഡ്രോപ്പ് ചെയ്യണം. ശരി. ശരി ഗുരുജി. നല്ലത് വരട്ടെ. വാ. ഇതെങ്ങനെ ഗുരുജി കല്യാണിയുടെയും ഗംഗയുടെയും പെരുവിരൽ രേഖ ഒരുപോലെ വരുന്നത്? അത് തന്നെയാ എനിക്കും മനസ്സിലാകാത്തത്. അല്ല ഗുരുജി, ഈ പെരുവിരൽ രേഖ വെച്ചിട്ട് ഈ ജാതകവുമായിട്ട് ഇത് ഒത്തുപോകാൻ പറ്റില്ലെന്ന് പറഞ്ഞൂടെ ഗുരുജി? ഏതായാലും ഇത് ഗംഗയുടെ ജാതകമല്ലെന്ന് നിങ്ങളെപ്പോലെ തന്നെ എനിക്കും അറിയാം. അതാ കൈരേഖ വെച്ച് ഇത് ഗംഗയുടെ ജാതകമല്ലെന്ന് കണ്ടെത്താൻ ഞാൻ ശ്രമിച്ചത്. പക്ഷേ കൈരേഖയും ഒരുപോലെ തന്നെ. പിന്നെ ഇത് ഗംഗയുടെ ജാതകമല്ലെന്ന് സ്ഥാപിച്ചെടുക്കാൻ എനിക്കെങ്ങനെ കഴിയും? സാമാന്യ ബുദ്ധി വെച്ച് ഇത് ഗംഗയുടെ ജാതകമല്ലെന്ന് അഖിലയോട് പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. അതാണ് സത്യവും. പക്ഷേ അത് കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല അഖില ഇപ്പോ. ഇനിയിപ്പോ എന്തു ചെയ്യും ഗുരുജി? സാക്ഷാൽ മഹാദേവനോട് പ്രാർത്ഥിക്കുക, അവൻ കാട്ടിത്തരട്ടെ. ഇതെല്ലാം ഭഗവാന്റെ തിരുവിളയാട്ടം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. അച്ഛാ, ഞാൻ ഗുരുജിയും കൂടെ ഇട്ടിട്ട്. എന്താ നിനക്ക് സന്തോഷമായല്ലോ? സന്തോഷായി എനിക്ക്. ഗുരുജി ആ ജാതകം എടുത്തപ്പോ ഞാനൊന്ന് ഭയന്നു. ഒരു നിമിഷം ശ്വാസം നിലച്ചതുപോലെ തോന്നി എനിക്ക്. ഞാനുള്ളപ്പോ എന്റെ ഈ കൂടപ്പിറപ്പിന്റെ ശ്വാസം നിലയ്ക്കോ? നല്ല കാര്യായി. ആനന്ദ് സംഭവ സ്ഥലത്തില്ലാത്ത സ്ഥിതിക്ക്
ഇത് ശിവരാമന്റെ ബുദ്ധിയാവാനാണ് സാധ്യത. ആ ജാതകത്തിന്റെ ഉടമ നീയല്ലെന്ന് ബോധ്യപ്പെടുത്തി കല്യാണം മുടക്കാനുള്ള പദ്ധതിയാണ് നമ്മൾ തകർത്തത്. അന്ന് ഞാൻ ഇതൊക്കെ നിന്നോട് പറഞ്ഞപ്പോ നിനക്കിതൊന്നും വിശ്വാസമായില്ല. ഇപ്പൊ മനസ്സിലായോ നിന്റെ ഈ ചേച്ചിയെ പറ്റി? ഇതെല്ലാം ഇങ്ങനെ തന്നെ നടക്കണമെന്ന് മുൻകൂട്ടി കാൽക്കുലേറ്റ് ചെയ്തിട്ടാ ഞാനിത് ഇവിടം വരെ കൊണ്ടെത്തിച്ചത്. അതെന്റെ ദീർഘവീക്ഷണം കൊണ്ട് മാത്രം. എതിരാളികളുടെ മുമ്പിൽ നമ്മൾ തോറ്റു എന്നവർ വിചാരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി നമ്മൾ വ്യക്തി ജയിച്ച് മുന്നേറണം. അതും ആനന്ദിനെ പോലെ അതിബുദ്ധിമാനായ ശത്രുവിനോട് ഏറ്റുമുട്ടുന്നത് ചെറിയ കാര്യമല്ല. മനസ്സും ബുദ്ധിയും ശരീരവുമെല്ലാം ഒരുപോലെ ഉണർന്നിരുന്ന് പ്രവർത്തിച്ചാലേ ആനന്ദിനെ ജയിക്കാൻ പറ്റൂ. അതുപോലെ നമ്മൾ ഇനി വയ്ക്കുന്ന ഓരോ ചുവടുകളും വളരെ സൂക്ഷിച്ചു വേണം. നീ തൃച്ചംബരത്തെ ആജന്മ ശത്രുവായ ഈ നാഗമടത്തെ പ്രിയങ്കയുടെ അനുജത്തിയാണെന്ന് കണ്ടെത്താൻ തെളിവുകൾ ശേഖരിച്ച് നടക്കുന്ന ആനന്ദിന് തെളിവുകളുടെ ഒരു കണിക പോലും നമ്മൾ കൊടുക്കരുത്. സ്വയം ബുദ്ധിരാക്ഷസനാണെന്ന് പറഞ്ഞു നടക്കുന്ന ആനന്ദിനെ നമ്മൾ നമ്മുടെ ബുദ്ധി കൊണ്ട് തളയ്ക്കണം. അവൻ നമ്മുടെ മുമ്പിൽ നിസ്സഹായനായി നിൽക്കണം. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ആനന്ദിന്റെ താലി നിന്റെ കഴുത്തിൽ വരുന്നത് വരെ ഇപ്പോഴത്തെ പോലെ സൂക്ഷിച്ചു നടക്കണം. നിങ്ങളുടെ കല്യാണം ആനന്ദിന്റെ ബർത്ത്ഡേയുടെ അന്ന് ഉറപ്പിച്ച സ്ഥിതിക്ക് അവനത് മുടക്കാൻ ഏത് രീതിയിലും ശ്രമിക്കും. നീ നാഗമടത്തേതാണെന്ന് തെളിയിക്കാനുള്ള എല്ലാ പഴുതുകളും അടച്ചു വേണം അവന്റെ മുമ്പിൽ നിൽക്കാൻ. യെസ്. വാട്ട് നെക്സ്റ്റ്? അടുത്ത നമ്മുടെ പ്ലാൻ എന്താ പ്രിയങ്കേ? പറയാം. എന്നാ നീ പൊയ്ക്കോ. തൃച്ചംബരത്ത് കല്യാണം ഉറപ്പിച്ച പെൺകുട്ടികളെ ഇങ്ങനെ പുറത്തിറങ്ങി നടന്നൂടാ. അതാണ് ചട്ടം. ആ ചട്ടം നീയായിട്ട് തെറ്റിച്ചെന്ന് വേണ്ട. ശരി പ്രിയങ്കേ. ജാതകം ഒത്തു നോക്കി ഗംഗയുടെ ജാതകം കള്ളമാണെന്ന് തെളിയിക്കുമെന്ന് ഇന്നലെ ശിവരാമൻ സാർ അച്ഛനോട് പറയുന്നത് അനിയൻകുട്ടൻ കേട്ടു. അവൻ വന്ന് എന്നോട് പറഞ്ഞപ്പോ ഞാനും കരുതി ചിലപ്പോ അങ്ങനെ സംഭവിച്ചേക്കുമെന്ന്. എന്നിട്ട് എന്തുണ്ടായി? ഗുരുജി നോക്കിയിട്ടും ഒരു കള്ളത്തരം കണ്ടുപിടിക്കാനായില്ല. കൈരേഖകൾ വരെ നോക്കി, അതും ഒരുപോലെയാണെന്നാ ഗുരുജി പറഞ്ഞത്. എന്താ വല്യഞ്ഞു മിണ്ടാതെ നിൽക്കുന്നത്? അതല്ല കല്യാണി, ഈ ലോകത്ത് അനേകം കോടി മനുഷ്യരുണ്ട്. ഓരോരുത്തരുടെയും കൈരേഖകൾ ഒന്നിനൊന്ന് വ്യത്യസ്തമായിരിക്കും. ഇതെല്ലാം അവള് കാണിച്ച കള്ളത്തരങ്ങളാ. ജാതകത്തിൽ ചെയ്ത ചതി കൈരേഖയിലും കാണിച്ചിട്ടുണ്ട്. ജാതകം കള്ളമാണെന്ന് കണ്ടുപിടിക്കാൻ സാറും അനിയങ്കുഞ്ഞും നന്ദന മാഡം കൂടി ചെയ്ത പ്ലാൻ ഇങ്ങനെ തകരുമെന്ന് അവരാരും കരുതിയിട്ടുണ്ടാവില്ല.
എന്താ വല്യുഞ്ഞ ആലോചിക്കുന്നേ? ഞാൻ ഇനി കൂടുതലൊന്നും ആലോചിക്കുന്നില്ല കല്യാണി. ഒരേ ഒരു കാര്യം മാത്രം. വരുന്ന പിറന്നാൾ ദിവസം അമ്മയോട് പറഞ്ഞ് നിന്നെ സ്വന്തമാക്കണം. എനിക്ക് പൊരുത്തമുള്ള പെണ്ണ് ഗംഗയാണെന്ന് അമ്മയുടെ ധാരണ മാറണം. എനിക്ക് പൊരുത്തമുള്ള പെണ്ണ് കല്യാണിയാണെന്ന് അമ്മ തന്നെ പറയണം. അമ്മ അത് പറയും. അതെന്റെ പ്രതീക്ഷയല്ല, ഉറച്ച വിശ്വാസമാ. വല്യുഞ്ഞിന് ഉറപ്പാണോ അത്? ഉറപ്പാണ്. കാരണം നിന്നെ വിട്ടുകൊടുത്തിട്ട് തൃച്ചംബരത്ത് ആനന്ദകൃഷ്ണൻ ഒരു ജീവിതമില്ല. എക്സ്ക്യൂസ് മീ മാഡം. യെസ്. മാഡം പറഞ്ഞിരുന്ന പ്രോജക്റ്റിന്റെ എല്ലാ ഡീറ്റെയിൽസും ഈ ഫയലിലുണ്ട്. ഈ പ്രോജക്റ്റ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധ്യമല്ല. ഓക്കെ. കാര്യം നമ്മൾ ആ പ്രോജക്റ്റ് LSI കമ്പനിക്ക് അപ്രൂവൽ ചെയ്ത് കഴിഞ്ഞു. ശരി. പുതിയ കൊട്ടേഷൻ പ്രിപ്പയർ ചെയ്താൽ മതി. യെസ് മാഡം. എക്സ്ക്യൂസ് മീ. ഓക്കെ. അങ്കിള്, what a pleasant surprise. വാ അങ്കിൾ. അങ്കിൾ ഇപ്പൊ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇരിക്കും. എന്തുണ്ട് വിശേഷം? നല്ലത് തന്നെ. ആ, നല്ലത് തന്നെ. അങ്കിളിന് എങ്ങനെ? ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴാണ് ഞാൻ അങ്കിളിനെ കാണാൻ വന്നത്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ? ഓ, ഷുഗർ, പ്രഷർ, ഈ രണ്ട് കക്ഷികളും കൂടെയുണ്ട്. അവരുമായിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇത് എന്റെ PA ആണ്. ഓ, PA ആണോ? അനിയ, നീ കുറച്ചുനേരം പുറത്തേക്ക്. ഞങ്ങൾക്ക് തമ്മിലെ കുറച്ച് പ്രധാന കാര്യം സംസാരിക്കാറുണ്ട്. അല്പനേരം ഒന്ന് പുറത്ത് നിൽക്കാവോ? ശരി മാഡം. അതെ, ആ വാതിലൂടെ കടച്ചേക്ക്. പ്രിയങ്കേ, സ്വന്തം കുടുംബത്തിലുള്ളവരല്ല കൂടപ്പുറപ്പെടെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. അതാ ഞാൻ PA പുറത്തേക്ക് നിൽക്കാൻ പറഞ്ഞത്. കുഴപ്പമില്ല അങ്കിൾ. നാഗമടത്ത് വംശത്തിന്റെ വീറും പ്രൗഢിയും വാശിയും കാത്തു സൂക്ഷിക്കുന്നവളാ നീ. നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനമുണ്ട്, വലിയ സന്തോഷമുണ്ട്. അതിരിക്കട്ടെ, ഗംഗയ്ക്ക് എങ്ങനെയുണ്ട്? അവള് സുഖമായിരിക്കുന്നു. നീ ഇവിടെ ഇരിക്കണേ. അല്ല, എന്താ അങ്കിൾ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? പ്രത്യേകിച്ച് എന്തെങ്കിലും? പ്രധാനപ്പെട്ട കാര്യം തന്നെ. നീ ഗംഗയും ഒന്ന് രജിസ്റ്റർ ഓഫീസിലേക്ക് വരണം. രജിസ്റ്റർ ഓഫീസിലേക്കോ? എന്തിനാ അങ്കിൾ? ബൈപ്പാസ് റോഡിലുള്ള നമ്മുടെ ഓഡിറ്റോറിയം ഇല്ലേ,
അത് ഞാനങ്ങ് വിൽക്കാൻ തീരുമാനിച്ചു. അയ്യോ, എന്തിനാ അങ്കിൾ അത്? എന്തിനാ ഇപ്പൊ കല്യാണ മണ്ഡപം വിൽക്കുന്നേ? ഓ, അതിനിപ്പോ വർമാസ് കല്യാണ മണ്ഡപം എന്ന പഴയ പേര് മാത്രമുള്ളൂ പ്രിയങ്കേ. ഒരു വരുമാനവുമില്ല. അത് തന്നെയല്ല, ആ മണ്ഡപത്തിന് ഒരു രാശിയില്ലെന്ന് ജോത്സ്യം നോക്കിയിട്ട് പറയതാ മോളെ. ജോത്സ്യം നോക്കിയിട്ട് പറഞ്ഞത് വിറ്റേക്കാനാ. നീ ഗംഗയും രജിസ്റ്റർ ഓഫീസിലേക്ക് വരണം. മുദ്രപത്രത്തിൽ നിങ്ങൾ രണ്ടുപേരും ഒപ്പുവയ്ക്കണം. ശരി അങ്കിൾ, ഞാൻ ഗംഗയും കൂട്ടി വന്നേക്കാം. എന്നത്തേക്ക് വരേണ്ടേ? ഞാൻ നാട്ടിൽ ചെന്നിട്ട് രജിസ്ട്രേഷൻ ഡേറ്റ് ഫിക്സ് ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ നിന്നെ വിളിക്കാം. അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ഓഫീസിൽ വന്നാൽ മതി. ശരി അങ്കിൾ. ആയിക്കോട്ടെ. പ്രിയങ്കയും അമ്മാവനും എന്താണാവോ രഹസ്യമായി സംസാരിക്കുന്നത്? ഒരുപക്ഷെ ആനന്ദ സാറിന്റെ കാര്യം വല്ലതും ആവോ? എങ്ങനെ അറിയും? അതിരിക്കട്ടെ, ആ തൃച്ചംബരത്ത് എങ്ങനെ വച്ചടി ഉയർച്ചയാണല്ലോ. തൃച്ചംബരത്ത് നശിപ്പിച്ച് വെണ്ണീറാക്കണം. അത് നമ്മൾ നാഗമടത്തുകാരുടെ ദൃഢപ്രതിജ്ഞയാ. ധൈര്യമായിട്ടിരിക്കാൻ തൃച്ചംബരത്തിന്റെ നാശം കാണാൻ ഇനി അധികം നാൾ കാത്തിരിക്കേണ്ടി വരില്ല. വൈകാതെ തൃച്ചംബരത്ത് ചന്ദനമുട്ടി എരിയും. ആ ശവസംസ്കാരത്തിൽ നമുക്ക് ഒരുമിച്ച് പങ്കെടുക്കാം. അതിനുവേണ്ടി തന്നെ ഗംഗയെ ഞാൻ തൃച്ചംബരത്ത് നിർത്തിയിരിക്കുന്നു. എന്ത് രഹസ്യമാകത്ത്? എങ്ങനെ ഇതറിയും? ആ കല്യാണം പണ്ട് നടക്കാതെ പോയതുപോലെ ഇനി നടക്കാതെ വരുമോ? ഇല്ല അങ്കിൾ, അതിന് ഞാൻ